ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്ന് ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും എന്നൊരു വിഷയമാണ് ചിന്തനത്തിന് വെച്ചിട്ടുള്ളത്. അല്പസമയം നമുക്ക് ചില വീക്ഷണകോണുകളിലൂടെ ചിന്തിക്കാം. വിഷയം കൂടുതൽ വിശദമാവുന്നതിന് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാനുണ്ടോ ചോദിക്കണം. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. കാരണം ക്ഷേത്രം, ക്ഷേത്രാചാരം എന്നൊക്കെ പറയുമ്പോൾ തീർത്തും വിവിധങ്ങളായ ദൃഷ്ടികളെ അവലംബിച്ച് ആ വിഷയത്തെ സമീപിക്കാം. ഓരോ സമീപനത്തിലും തീർത്തും വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. പ്രദേശത്തിനനുസരിച്ചും വ്യത്യസ്ത ദേവതാ സങ്കല്പങ്ങൾക്കനുസരിച്ചുമൊക്കെ അനവധി ആചാരഭേദങ്ങളുള്ളതുകൂടി സങ്കല്പിച്ചുകൊണ്ട് ഈ വിഷയം ശ്രദ്ധിക്കുക. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷയിക്കുന്നതെന്നും ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്നും കൃഷിഭൂമി എന്നും കൃഷിഭൂമിയുടെ അർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് താദർത്ഥ്യത്തിൽ ശരീരമെന്നും ഒക്കെ വിഭിന്നങ്ങളായ അർത്ഥങ്ങൾ ക്ഷേത്രശബ്ദത്തിനുണ്ട്. ഒരാരാധനാ കേന്ദ്രം, ഉപാസനാ കേന്ദ്രം, ദേവാലയം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ക്ഷേത്രശബ്ദത്തെ പറയുമ്പോൾ അതിന് സ്വീകരിക്കാവുന്ന അർത്ഥം ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന അർത്ഥമാണ്. പദത്തിന് വേറെയും അർത്ഥങ്ങളുണ്ടെങ്കിലും ക്ഷേത്രം എന്ന പദത്തിന്, ശബ്ദത്തിനുള്ള അർത്ഥങ്ങളാണ് ആദ്യം പറഞ്ഞത്. ക്ഷയിക്കുന്നതെന്നും കൃഷിഭൂമി എന്നും ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നും ഒക്കെ നമുക്ക് പറയാം. ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഒരു ഉപാസനാ കേന്ദ്രം എന്ന നിലയ്ക്ക് നാം ക്ഷേത്രശബ്ദത്തെ ശ്രദ്ധിക്കുക. അതായത് വ്യക്തിയെ ഉപാസനയിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും സമ്പാദിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിച്ച് രക്ഷിക്കുന്ന കേന്ദ്രം, അവന്റെ ജീവിതഭാരങ്ങളെ ഉപാസനാ ബലം കൊണ്ട് ലഘൂകരിക്കാൻ സഹായിക്കുന്ന കേന്ദ്രം, ഉപാസനാ ബലം കൊണ്ട് നിത്യജീവിതത്തിൽ ഏർപ്പെടുന്ന നിരവധി ക്ഷയങ്ങളെ, പ്രശ്നങ്ങളെ അതിക്രമിക്കുന്നതിന്, ജയിക്കുന്നതിന് സഹായിക്കുന്ന സങ്കേതം. ഈ അർത്ഥത്തിലൊക്കെ ക്ഷേത്രശബ്ദത്തെ ചിന്തിച്ച് നമ്മൾ അനുക്രമം ഉയർന്നു പോകുമ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ
അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുന്ന സങ്കേതം എന്നുവരെ നമുക്ക് അർത്ഥം ചിന്തിക്കാൻ സാധിക്കും. കാരണം മനുഷ്യനെ സംബന്ധിച്ച് വിശേഷബുദ്ധിയോടുകൂടിയ അനന്ത വികാസ സാധ്യതയോടൊത്ത ബുദ്ധിയോടൊത്ത, ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള വിശേഷമായ കഴിവോടുകൂടിയ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്നാൽ അവനെത്താൻ കഴിയുന്ന പരമോന്നതമായ സ്ഥിതി പരമമായ തത്വവിജ്ഞാനമാണ്, സമ്പൂർണമായ അജ്ഞാനത്തിൽ നിന്നുമുള്ള മോചനമാണ്. അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുമ്പോൾ അജ്ഞാന കാര്യങ്ങളിൽ നിന്നുള്ള മോചനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. കാരണാഭാവേ കാര്യാഭാവ. കാരണം നീങ്ങിയാൽ കാര്യം നീങ്ങും എന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന സംസാര ക്ലേശങ്ങളുടെ സുഖദുഃഖാദി, മാനാപമാനാദി, ശീതോഷ്ണാദി സകല ദ്വന്ദ്വങ്ങളുടെയും ആത്യന്തികമായ വിലയം അഥവാ അവയിൽ നിന്ന് ആത്യന്തികമായുള്ള നിവൃത്തി, ഈ ഒരു പരമപുരുഷാർത്ഥത്തെ, മോക്ഷത്തെ സാക്ഷാത്കരിക്കുന്നതിന് ജ്ഞാനം മാത്രമാണ് ഏകമായ അവലംബം, മാർഗം. ഈ ജ്ഞാനസ്വരൂപത്തിലേക്ക് ഉയർത്തുന്ന, അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുന്ന സങ്കേതമെന്നൊക്കെ ശുദ്ധമായ അർത്ഥത്തിൽ ക്ഷേത്രശബ്ദത്തിന് നമുക്ക് അർത്ഥം ചിന്തിക്കാം. എങ്ങനെയാണ് ക്ഷേത്രം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മാനവനെ ഉയർത്തുന്നത് എന്ന് നമ്മൾ നിരൂപിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, നിത്യവും നിരന്തരവും ഉപാസിക്കുന്നതിലൂടെ എന്ന് നമുക്കർത്ഥം കാണേണ്ടി വരും. നാമരൂപ സഹായത്തോടുകൂടി ഭക്തിമാർഗ അനുസൃതമായി ഉപാസിക്കുകയും അങ്ങനെ ഉപാസന ചെയ്യുന്നതിലൂടെ ഏകാഗ്രതയെയും ചിത്തശുദ്ധിയെയും വളർത്തുകയും അതിനനുസൃതമായി ഉയർന്ന തത്വവിചാരത്തിലേക്ക് പ്രവേശം സിദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അനുക്രമമായി പരമമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുന്ന കേന്ദ്രം നിശ്ചയമായും ക്ഷയത്തിൽ നിന്ന് നമ്മെ ത്രാണനം ചെയ്യുന്നതാണ്. അതിനായിക്കൊണ്ട് എவ்விധമെല്ലാം ക്ഷേത്രത്തിൽ നാം ആചരിക്കണമോ, ഉപാസിക്കണമോ, എന്തെല്ലാം സമ്പ്രദായങ്ങളെ പാലിക്കണമോ, അവയെല്ലാം ക്ഷേത്രാചാരം എന്നുള്ളതിൽ അന്തർഭവിക്കും. ക്ഷേത്രത്തിൽ ആചരിക്കേണ്ടുന്ന ഭാവങ്ങൾ, ആചരണങ്ങൾ, എന്തെല്ലാം ചെയ്യണം, എന്തൊന്നും ചെയ്യരുത്, ഈ വക വിഷയങ്ങൾ, ഇവയെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒട്ടനവധിയുണ്ട്. പല വ്യത്യാസങ്ങളും അവയിലുണ്ട്. എങ്കിലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മനസ്സിനെ പല പല വിഷയങ്ങളിലേക്ക് നെട്ടോട്ടമോടുന്നതിൽ നിന്ന് ശാസ്ത്രീയമായി നിരോധിച്ച് ഒരാശ്രയത്തിലേക്ക് ഉറപ്പിക്കാനുള്ള പരിശ്രമമാണ് ഉപാസനയുടെ സമാരംഭം. ഉപാസന എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളിലേക്ക് പരക്കം പായുന്ന മനസ്സിനെ, അന്ധകരണത്തെ ഉപായങ്ങളെ സ്വീകരിച്ച് ശാസ്ത്രത്തിനനുസൃതമായി ഉപാസിക്കാവുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് ആ അന്ധകരണത്തെ ഏകാഗ്രപ്പെടുത്തി ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കും കണക്കെ ഏകധാരയായി അന്ധകരണത്തിന്റെ വൃത്തിപ്രവാഹത്തെ നേടാൻ കഴിഞ്ഞാൽ, അപ്രകാരം കഴിയാൻ സാധിച്ചാൽ അതാണ് ഉപാസനം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം. ഭഗവാൻ ഭാഷ്യകാരൻ ഉപാസനാ ശബ്ദത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥതലങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് നിർവചിക്കും. ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യമുപഗമ്യ തൈലധാരാവത് സമാന പ്രത്യയ പ്രവാഹേണ ദീർഘകാലം
യത് ആസനം തത് ഉപാസനം ആചക്ഷതേ. ഗീതാഭാഷ്യത്തിൽ ഒരിടത്താണ് ഈ നിർവചനം വരുന്നത്. ഇപ്പൊ ശാസ്ത്രത്തിനനുസരിച്ച് ഉപാസിക്കാവുന്ന ഏതെങ്കിലും അർത്ഥത്തെ സ്വന്തം വിഷയമാക്കുന്നതിലൂടെ സമീപതയെ പ്രാപിച്ച് തൈലധാര പോലെ എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ധാരയായി ഒഴിക്കും കണക്കെ ചിത്തവൃത്തികളെ, പ്രത്യയങ്ങളെ സമാനമായി അതിലേക്ക് മാത്രം നിയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉപാസന എന്ന്. ഇത് പ്രസംഗിക്കാനും ഈ നിർവചനത്തെക്കുറിച്ചൊക്കെ ലക്ഷണയുക്തമായി സംസാരിക്കാനും വളരെ എളുപ്പമാണെങ്കിലും ഇത് ഏറ്റവും പ്രയാസകരമായതാണെന്ന് നമുക്കറിയാം. കാരണം മനസ്സ് അത്യന്ത ചഞ്ചലമാണ്, ചപലമാണ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. അർജുനൻ കൃഷ്ണനോട് തന്റെ മനോനിയന്ത്രണ വിഷയത്തിലുള്ള വിഷമതയെ പറയുകയാണ്. ഭഗവാനെ, ഈ മനസ്സിനെ നിയന്ത്രിക്കുക പറഞ്ഞ അത്ര എളുപ്പമല്ലല്ലോ, ഇത് അത്യന്തം ചഞ്ചലമാണല്ലോ, ഇത് പ്രമഥനം ചെയ്യുന്നതാണല്ലോ, തൈരൊക്കെ കടയുന്നത് പോലെ നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നതാണല്ലോ ഈ മനസ്സ്. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വായുപ്രവാഹത്തെ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്നത് പോലെ അങ്ങേയറ്റം ദുഷ്കരമാണ് മനോനിയന്ത്രണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മനസ്സിനെ ഒരാശ്രയത്തിൽ ഉറപ്പിക്കുക പോരാ, തൈലധാര പോലെ അതിലേക്ക് മാത്രം വൃത്തിപ്രവാഹത്തെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണെങ്കിലും അനുഷ്ഠാന പക്ഷത്തിൽ അത് വളരെ വളരെ കഠിനമാണ്. അതുകൊണ്ട് വാൽമീകി മഹർഷി തന്റെ യോഗവാസിഷ്ഠത്തില് അപ്യഭിമാനാത് മഹതോ സുമേരുന്മൂലനാദപി അപി വന്യശനാ സാധോ വിഷമശ്ചിത്ത നിഗ്രഹ എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. അപ്യഭിമാനാത് മഹതഃ, മഹാസമുദ്രത്തെ കുടിച്ചു പറ്റിക്കുന്നത് പോലെ, സുമേരുന്മൂലനാദപി, സുമേരു പർവ്വതത്തെ ഉന്മൂലനം ചെയ്യുന്നത് പോലെ, അപി വന്യശനാത്, അഗ്നിയെ ഭക്ഷിക്കുന്നത് പോലെ, വിഷമമാണ് സാധോഹോ ചിത്തനിഗ്രഹ, സാധുവായിട്ടുള്ള ആൾക്ക് ചിത്തനിഗ്രഹം. അപ്പൊ അസാധുവെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ? അപ്പൊ ഇത്രയും പ്രയാസകരമായിരിക്കുന്ന ഒരു വിഷയമാണ് മനോനിയന്ത്രണം. ഏകവും അദ്വിതീയവുമല്ലേ ആത്മാവ്, സർവവ്യാപിയല്ലേ ആത്മാവ്, പിന്നെ എന്തിനാ ക്ഷേത്രം എന്നൊക്കെ ചോദിക്കാനൊക്കെ എളുപ്പം കഴിയും. പക്ഷേ അത്യന്ത ചഞ്ചലവും ചപലവുമായ മനസ്സിനെ ഒരാശ്രയത്തിൽ നിബന്ധിക്കുന്നതിലൂടെ മാത്രമേ ഉപാസനയുടെ പ്രാഥമികമായ തലം പോലും നമുക്ക് പ്രവേശത്തിന് വഴങ്ങുന്നുള്ളൂ. തുടർന്ന് അങ്ങോട്ട് ബഹുദൂരം പോവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനോനിയന്ത്രണത്തിന് ചില ഉപാധികളെ, ചില സാധനാക്രമങ്ങളെ, ചില സഹായികളെ നമുക്ക് അനാദികാലമായ ആചാര്യന്മാർ ഉപദേശിച്ചു. നാമപ്രതീകം, രൂപപ്രതീകം, ഇതെല്ലാം ഈ സഹായികളാണ്. വ്യത്യസ്തങ്ങളായ ദേവതാ രൂപങ്ങള്, വ്യത്യസ്തങ്ങളായ ദേവതാ നാമങ്ങള്, ഇവയൊക്കെ കൽപ്പിതങ്ങൾ തന്നെയാണെങ്കിലും അവ ഏകാഗ്രത സമ്പാദനത്തിന്, ചിത്തശുദ്ധി സമ്പാദനത്തിന് നമുക്ക് ഉപകാരകങ്ങളാണ്. ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ അന്ധകരണത്തെ ഏകാഗ്രമാക്കുന്നതിനും ക്രമേണ നിരോധിക്കുന്നതിനും അനുക്രമമായി നേരത്തെ പറഞ്ഞ തൈലധാര പോലെയുള്ള വൃത്തിപ്രവാഹത്തെ നേടുന്നതിനും ആശ്രയമായി നമുക്ക് ക്ഷേത്രങ്ങളെ തന്നു. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ആത്യന്തികമായ തലത്തിൽ ക്ഷേത്രങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല. ആത്യന്തികമായ തലത്തിൽ നാമജപത്തിനോ രൂപധ്യാനത്തിനോ പ്രസക്തിയില്ല. പക്ഷേ വ്യാവഹാരികമായി മനോനിയന്ത്രണം ചെയ്യേണ്ടുന്ന തലത്തിൽ, ചിത്തശുദ്ധിയെ നേടേണ്ടുന്ന തലത്തിൽ ഉപാസന എന്നുള്ളത് മുഖ്യമാണ്. അപ്പോ അതിനായി കൊണ്ടുള്ളതാണ് ക്ഷേത്രോപാസന എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നാം വിഹിതങ്ങളായ രീതികളെ അവലംബിച്ച് മനോനിയന്ത്രണത്തിന് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമുള്ളതല്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സഹായി സാധനകള് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധം.
വളരെ ദുർബലനായ ഒരു ശത്രുവെ കീഴടക്കാൻ പോവുകയാണെങ്കിൽ ബഹുവിധങ്ങളായ ആയുധങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. അഥവാ സ്വന്തം ശരീരം തന്നെ ഒരാൾ ഹിംസിക്കാൻ നിശ്ചയിക്കുകയാണെങ്കിൽ പല പ്രകാരത്തിൽപ്പെട്ട ആയുധങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ പ്രബലനായ പ്രതിയോഗിയെ കീഴടക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒട്ടനവധി ആയുധ വിശേഷങ്ങളുടെയും കരുത്തിന്റെയും മറ്റൊരുപാട് തയ്യാറെടുപ്പിന്റെയും ആവശ്യമുണ്ട്. പ്രബലനായ മനസ്സിനെ സംയമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അതിന് സഹായി സാധനങ്ങൾ കൂടി ചേർത്ത് വളരെ തയ്യാറെടുപ്പോടുകൂടി വേണം പരിശ്രമം ചെയ്യാൻ, അല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് കേവലം ക്ഷേത്ര ദർശനം എന്ന് പറയുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയി വരിക എന്നർത്ഥം മനസ്സിലാക്കിയാൽ പോരാ. മറിച്ച് വിധി പ്രകാരം മനോനിയന്ത്രണത്തിനുള്ള ഉപാസനകളെ പാലിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കണം. സദാ ജീവിതത്തിൽ പാലിക്കുന്ന വ്രതഭാവന, ഉപാസനാ ഭാവന, അത് ഏറ്റവും മുഖ്യമാണ്. 24 മണിക്കൂറും ക്ഷേത്ര ഉപാസനയ്ക്ക് വിരുദ്ധമായ ക്രമത്തിൽ ജീവിതം പുലർത്തുകയും ഒരമണിക്കൂർ ഉപാസനയ്ക്ക് നീക്കി വെക്കുകയും ചെയ്താൽ ആ ഉപാസന കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറിച്ച് നമ്മൾ ജീവിതത്തിൽ മുഴുവൻ ഉപാസനാഭാവത്തെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ശങ്കിച്ചേക്കാം, ഞങ്ങൾ ഗൃഹസ്ഥന്മാരല്ലേ, ഞങ്ങൾക്ക് സാധിക്കുമോ? അതൊക്കെ വല്ല നൈഷ്ഠിക ബ്രഹ്മചാരിമാർക്കോ സന്യാസിമാർക്കോ ഒക്കെ സാധിച്ചേക്കാം. 24 മണിക്കൂർ ഉപാസനയായി കഴിയാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇവിടെ ഉപാസന എന്ന് പറയുമ്പോൾ കണ്ണും പൂട്ടിയിരുന്ന് ജപിക്കുകയെന്നോ കുളിക്കുകയെന്നോ അമ്പലത്തിൽ പോകാന്നോ ഭസ്മം തൊടുകയെന്നോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്. മറിച്ച് നമ്മൾ ഏത് പ്രവൃത്തി രൂപത്തെയാണോ ലോകത്തിൽ ചെയ്ത് ജീവിക്കുന്നത്, ഏത് കർമ്മത്തെയാണോ, ആ കർമ്മം ഈ പ്രപഞ്ചത്തിൽ ഈ സമഷ്ടിയിൽ നടക്കുന്ന മഹായജ്ഞത്തിന്റെ ഒരു ഭാഗമാണെന്നും ഈ എന്റെ ഭാഗം നിർവഹിക്കുന്നതിലൂടെ മൊത്തം സമഷ്ടിക്ക് അധീശനായിരിക്കുന്ന ഭഗവാനെ പൂജിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നുമുള്ള ഭാവനയോടുകൂടി അവനവന്റെ കർമ്മങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ കർമാചരണം നിസ്സംശയം പറയാം ഉപാസനയാണ്. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുകയാണ്, യതഃ പ്രവൃത്തി ഭൂതാനാം, ഈ സമസ്ത ജീവജാലങ്ങളുടെയും ആവിർഭാവം എവിടെ നിന്നാണോ, യേന സർവമിദം തതം, ഈ ചരാചര പ്രപഞ്ചം ഏതൊന്നിനാൽ വ്യാപ്തമാണോ, സ്വകർമ്മണാ തം അഭ്യർച്ച്യ, തം ആ ഈശ്വരനെ, ആ അധിഷ്ഠാന സത്യത്തെ സ്വകർമ്മണ അഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അർച്ചന ചെയ്താൽ സിദ്ധിം വിന്ദതി മാനവ, മനുഷ്യൻ സിദ്ധിയെ നേടുന്നു എന്ന്. പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ നമ്മുടെ തൊഴിലിനെ ശുദ്ധമായ ഭാവത്തോടുകൂടെ യജ്ഞഭാവനയോടുകൂടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന മഹായജ്ഞശാലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്കിനെ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിലൂടെ അധിയജ്ഞമായിരിക്കുന്ന ഈശ്വരനെ പൂജിക്കുകയാണ് എന്നുമുള്ള ഭാവനയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം തന്നെ ഉപാസനയാണ്. ഇത് ചെയ്യാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ഭസ്മക്കുറി ഇട്ടിട്ട് ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവും എന്ന് തോന്നണില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചില ക്രമങ്ങളിൽ പാലിച്ചുകൊണ്ട് പുരോഗതി ഉണ്ടാവും തോന്നണില്ല, അത് ഉപാസനയാവും തോന്നണില്ല. പറഞ്ഞതിന്റെ താല്പര്യം, ഈ ഒരു ഉപാസനാഭാവം ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. 2, മനോനിയന്ത്രണം അല്ലെങ്കിൽ അന്ധക്കരണ സംയമം എന്നൊരു ലക്ഷ്യം പെട്ടെന്ന് പോയി പ്രാപിക്കാൻ കഴിയുന്നതല്ല എന്നതുകൊണ്ട് ഒരു ശിക്ഷണ പദ്ധതിയിലൂടെ നമ്മൾ നമ്മെ കടത്തിവിടണം. വ്രതപാലനങ്ങൾ, കാലികങ്ങളായ വ്രതപാലനങ്ങൾ,
മുഖ്യമാണ്. അതുപോലെ ആഹാര ക്രമീകരണങ്ങൾ, കഴിവതും സാത്വികങ്ങളായ ആഹാരങ്ങളെ അധികമായി ശീലിക്കുക എന്നുള്ളത് കഴിവതും മുഖ്യമാണ്. അതുപോലെ ജീവിതത്തിൽ നിത്യവും അനുഷ്ഠിക്കേണ്ടുന്ന യജ്ഞങ്ങളെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നുള്ളത്, പഞ്ചമഹായജ്ഞങ്ങളെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നുള്ളത്. അങ്ങനെ ജീവിതത്തെ ക്രമികമായി അനുഷ്ഠാന പദ്ധതിയിലൂടെ നയിച്ച് മനോനിയന്ത്രണം നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടായിരിക്കണം ക്ഷേത്രാദ്യുപാസനകളെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോഴേ അത് സഫലമായി തീരൂ. ഇത് മുഖ്യമാണ്. പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാറില്ല. വെറുതെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യും, അതിന്റെ കൂട്ടത്തിലൊന്ന് ക്ഷേത്രത്തിലും പോയി വരാം, അത് പോരാ. ഇങ്ങനൊരു ക്രമീകൃത ഭാവത്തിൽ ജീവിക്കുകയും ചിത്തശുദ്ധിയെയും ഏകാഗ്രതയെയും നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സാധകൻ ക്ഷേത്ര ദർശനത്തിന് പോകുന്നു. നാമജപത്തോടുകൂടെ വേണം ക്ഷേത്ര ദർശനത്തിന് പോവാൻ. അന്ധകരണത്തെ ഏകാഗ്രമാക്കാനുള്ള ഉപാസനകളെ മൊത്തത്തിൽ നമുക്ക് യജ്ഞമെന്ന് പറയാമെങ്കിൽ ആ യജ്ഞങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട യജ്ഞമാണ് ജപയജ്ഞം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക. യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാണ്. എന്തെല്ലാം യജ്ഞവിശേഷങ്ങളെ പറയാമായിരുന്നു ഭഗവാൻ. ഇന്നത്തെ കണക്കിന് പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിനും അതിനധികവും രൂപ ചെലവ് ചെയ്ത് സാധന സാമഗ്രികളെ സ്വരൂപിച്ച് ചെയ്യേണ്ടുന്ന യജ്ഞങ്ങളൊക്കെ ഉണ്ട്. എന്ത് ലക്ഷക്കണക്കിന്, അതിലൊക്കെ അധികം രൂപ ചെലവ് ചെയ്ത് ചെയ്യാവുന്ന യജ്ഞങ്ങളുണ്ട്. അവയെയൊക്കെ അറിയുന്ന ഭഗവാൻ പറയുകയാണ് യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാണെന്ന്. വല്ല മുടക്ക് മുതലും വേണോ ഇതിന്? അതിന്റെ പ്രാധാന്യമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. ഈ ജപം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാൻ. മനോനിയന്ത്രണം ഇച്ഛിക്കുന്നവര് നാട്ടുവർത്താനം പറഞ്ഞും കൊണ്ടല്ല. അവിടെ ഗോപുരസ്ഥാനം കടക്കുന്നതോടുകൂടെ തന്നെ ക്ഷേത്രേശന്റെ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്ന ഭാവനയോടുകൂടി കുറേം കൂടി സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കാനുള്ള, കടക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി നമ്മൾ പ്രവേശിക്കണം. ഇവിടെ ശുദ്ധി മുഖ്യമാണ്. ശുദ്ധാശുദ്ധങ്ങൾ ക്ഷേത്രാദി ഉപാസനാ വിഷയത്തിൽ മുഖ്യമാണ്. ശുദ്ധിയെ അശുദ്ധിയെ ഒക്കെ വേർതിരിച്ച് പറയുമ്പോൾ അതിനെ അയിത്തം എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. ശുദ്ധാശുദ്ധ വിഷയങ്ങൾ വേറെയാണ്, അയിത്തം വേറെയാണ്. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, അല്ലെങ്കിൽ ഇന്ദ്രിയശുദ്ധി എന്നുള്ളതിലൂടെ പ്രധാനമായി വാക്ശുദ്ധി ഉദ്ദേശിക്കാം. ദേഹശുദ്ധി, ആഹാരശുദ്ധി, വസ്ത്രശുദ്ധി, ഈ വക ശുദ്ധികളെ നമ്മൾ പാലിക്കണം പരമാവധി. ഇത് മുഖ്യമാണ്. ഇങ്ങനെ ഗോപുരസ്ഥാനം മുതൽ ക്ഷേത്രേശന്റെ ശരീരം ആരംഭിച്ചുവെങ്കിൽ സത്യാന്വേഷണം ചെയ്ത് സ്വന്തം സ്വത്വത്തെ കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ഒരു ആത്മജിജ്ഞാസുവെ പോലെ ഇനിയും ഉള്ളിലേക്ക് ചികഞ്ഞു പോകണം എന്നുള്ള ഭാവം മനസ്സിലാക്കുക. തന്റെ ഇഷ്ടദേവതയെ പ്രതിഷ്ഠിതനായി കാണുന്നില്ല അവിടെയൊന്നും. മറിച്ചൊരു സൂചന ലഭിച്ചു, ഇനിയും അകത്തേക്ക് പോകണം, നാലമ്പലത്തിനകത്തേക്ക് പോകണം. അത് കൂടുതൽ സൂക്ഷ്മമായൊരു ഗതിയാണ്. എത്ര വലിയ ഗോപുരമാണെങ്കിലും നാലമ്പലത്തിനുള്ളിലേക്ക് കുറച്ചൊന്ന് ചുരുങ്ങിയ വാതിൽ തന്നെയാണ്. സൂക്ഷ്മ അന്വേഷണത്തിലൂടെ അന്നമയ ശരീരത്തെ അതിക്രമിച്ച് പ്രാണമയ ശരീരത്തിനുള്ളിലേക്ക് പോവുകയാണ്. പ്രാണമയ ശരീരത്തെയും അതിക്രമിച്ചു, പ്രാണമയകോശത്തെയും അതിക്രമിച്ചു. പ്രാണമയകോശത്തിലും, പ്രാണമയകോശമാണ് നാലമ്പലം, അവിടെയും ഇഷ്ടദേവതാ പ്രതിഷ്ഠ കാണുന്നില്ല. ഇനിയും ഉള്ളിലേക്ക് പോകണമെന്ന സൂചന ലഭിച്ചു. ശ്രദ്ധിക്കുക. അവിടെ നാലമ്പലത്തിനുള്ളിൽ മണ്ഡപമടങ്ങുന്ന നമ്മൾ പ്രദക്ഷിണാദികളെ ചെയ്യുന്ന സകല സ്ഥാനങ്ങളും അടങ്ങുന്നത് മനോമയകോശത്തിലാണ്.
മനോമയ കോശത്തിലേക്ക് സാധകൻ എത്തുകയാണ്. ഈ മനോമയ കോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ സോപാനത്തെ ആശ്രയിക്കണം. സോപാനം ബുദ്ധിമയ കോശമാണ്, അഥവാ വിജ്ഞാനമയ കോശമാണ്. ഇത് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ശാസ്ത്രീയമായി വിഭാവനം ചെയ്യപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്ത ക്ഷേത്രങ്ങളിൽ മനോമയ കോശത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൽ ശ്ലീലങ്ങളും അശ്ലീലങ്ങളും ഒക്കെ ഉണ്ടാവും. മനുഷ്യ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനങ്ങളാണവ. ശ്രദ്ധിക്കുക. അല്ലാതെ ഏതോ ഒരു വിവരമില്ലാത്ത മന്ത്രി മുമ്പ് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലൊക്കെ നഗ്നരൂപങ്ങളാണ് ഒത്തിവെച്ചിട്ടുള്ളത്, തുണി ഉടുക്കാത്ത ദേവന്മാരാണ് ക്ഷേത്രങ്ങളിൽ എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. വിവരക്കേട്. വിവരമില്ലാച്ച അറിയില്ല എന്ന് പറയാനുള്ള ആർജവെങ്കിലും യുവമാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അറിയാത്ത മേഖലയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പം വരിക? നേരെ മറിച്ച് തുണിയെടുക്കാത്ത ദേവീദേവന്മാര്, ഹിന്ദുക്കളുടെ ദേവീദേവന്മാരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണ്ടേ അതിന്റെയൊക്കെ കാര്യകാരണങ്ങൾ എന്താണെന്ന്. അപ്പൊ മനോമയ കോശം എന്നുള്ള സ്ഥലത്ത് ശ്ലീലവും അശ്ലീലവും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ആർക്കാ പറയാൻ കഴിയുക എന്റെ മനസ്സിൽ ചീത്ത ചിന്ത മാത്രമേ വരാറുള്ളൂ എന്ന്? ആർക്കും പറയാൻ കഴിയില്ല. ഈ കൂട്ടത്തിൽ ആർക്കാ പറയാൻ കഴിയുക എന്റെ മനസ്സിൽ നല്ല ചിന്ത മാത്രമേ വരാറുള്ളൂ എന്ന്? ആർക്കെങ്കിലും കഴിയുമോ? കഴിയില്ല. നല്ലതും ചീത്തയും സമ്മിശ്രമായി വരും, ശ്ലീലവും അശ്ലീലവും സമ്മിശ്രമായി വരും. ഈ ശ്ലീലാശ്ലീലങ്ങളൊക്കെ കലർന്നതാണ് മനോമയ കോശം. ഈ മനോമയ കോശത്വത്തെ കാണിക്കുകയാണ് ഇപ്രകാരമുള്ള ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം തന്നെ. അവയിൽ പെട്ടുപോകരുത്. മറിച്ച് നേരെ വിജ്ഞാനമയ കോശത്തെ ആശ്രയിക്കണം. വിജ്ഞാനമയ കോശമാണ് സോപാനം. അവിടെ സോപാനത്തെ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് അതിനുമുള്ളിൽ ആനന്ദമയ കോശത്തിൽ വിളങ്ങുന്ന ഇഷ്ടദേവതാ രൂപത്തെ ദർശിക്കുന്നത്. ശരിക്കും വേദാന്ത സാധനയിലെ പഞ്ചകോശങ്ങളെ അതിക്രമിക്കുന്ന ക്രമത്തിലാണ് ഇവിടെ ക്ഷേത്ര നിർമ്മിതിയെന്നും ആരാധനാക്രമം എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശ്രദ്ധയോടുകൂടി കേട്ടാൽ. അങ്ങനെ വിജ്ഞാനമയത്തിനും അപ്പുറത്ത് ആനന്ദമയത്തിൽ നിലകൊള്ളുന്ന ഇഷ്ടദേവതാ രൂപത്തെ ദർശിച്ചു. ഈ ദർശനത്തോടുകൂടെ ആ ഭാവത്തെ, ആ വിഗ്രഹത്തിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ദേവതയെ, ദേവതയിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ഈശ്വരനെ, ശ്രദ്ധിക്കണേ, ഈശ്വരന് പ്രതിമയൊന്നുമില്ല, ദേവതകൾക്കേ പ്രതിമയുള്ളൂ. ദേവതകളിലൂടെ ലക്ഷീകരിക്കുന്നത് ഈശ്വരനെയാണ്. ആ ഈശ്വരഭാവത്തെ തന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. തന്റെ ഉള്ളിൽ പ്രതിഷ്ഠിതമായി കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചാലും നമുക്കുള്ളിൽ ആ ഭാവം പ്രകാശിക്കുന്ന സ്ഥിതി വരും. അതോടുകൂടെ സാധാരണ മനസ്സിൽ നിന്ന് ഉപാസനയാൽ സംസ്കൃതമായ മനസ്സായി കഴിഞ്ഞു സാധകന്റേത്. ഈ ഉപാസനയാൽ സംസ്കൃതമായ മനസ്സുകൊണ്ടാണ് പ്രദക്ഷിണാദി വ്യവഹാരം ചെയ്യുന്നത്. ഈശ്വരൻ അങ്ങ് വെളിക്കല്ല, എങ്ങോ ലോകത്തിലല്ല, മറിച്ച് തന്നുള്ളിൽ തന്നെ. ഈ ഒരു അനുസന്ധാനത്തോടുകൂടി പ്രദക്ഷിണം ചെയ്യുന്നു. സോപാനസ്ഥാനത്തെ വീണ്ടും ആശ്രയിക്കുന്നു. അങ്ങനെ സോപാനസ്ഥാനത്തെ ആശ്രയിക്കുമ്പോഴാണ് ആനന്ദമയ കോശത്തിൽ ആ ദേവതയുടെ ഭാവത്തെ പൂജിക്കുന്ന ആചാര്യസ്ഥാനീയൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വിജ്ഞാനമയത്തിൽ നിന്ന്, ശ്രദ്ധിക്കണേ, ആന്തരികാർത്ഥം വളരെ ഗൂഢമാണിവിടെ. ആനന്ദമയത്തിൽ സ്വയം വിരാജിക്കുന്ന ആചാര്യൻ വിജ്ഞാനമയത്തിലേക്ക് ഇറങ്ങി വന്ന് ദീക്ഷ നൽകും പോലെ പ്രസാദത്തെ കൊടുക്കുന്നത്. ആചാര്യനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്ന മനോഭാവത്തോടുകൂടി പ്രസാദം സ്വീകരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രതീകഭാവത്തെ, അതെങ്ങനെ? ആകാശം, ഭൂമി എന്നിവയാകുന്നു പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തേതും അവസാനത്തതും. ആകാശത്തെയാകുന്നു പുഷ്പം പ്രതിനിധാനം ചെയ്യുന്നത്.
ഭൂമിയെയാകുന്നു ഗന്ധം, അതായത് ചന്ദനം പ്രതിനിധാനം ചെയ്യുന്നത്. ആകാശം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളിൽ ആദ്യന്തത്തെ സ്വീകരിച്ചാൽ സമ്പൂർണമായ പ്രപഞ്ചവും അതിൽ അന്തർഭവിച്ചു. ഹേ ഭഗവൻ, അവിടുത്തെ പ്രസാദമായിതാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ ധരിക്കുന്നു. ഇതാണ് ഒരു ഭക്തന്റെ ലക്ഷണം, ഭക്തന്റെ മനോഭാവം. ഒരു ഭക്തന്റെ ലക്ഷണം 24 മണിക്കൂർ അമ്പലത്തിലിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഭസ്മം ചന്ദനവും പൂശി നടക്കുന്നതല്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ ഭഗവത് പ്രസാദമായി കണ്ട് അനുഭവിക്കുന്നതാണ് ഭക്തന്റെ ലക്ഷണം. അവിടെ ആചാര്യ ദക്ഷിണ തന്നാലാവും വിധം സമർപ്പിക്കാം. സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രമായ ഈ സങ്കേതത്തെ നിലനിർത്താൻ തന്നാലാവുന്ന സമർപ്പണം വഴിപാടുകളായിട്ടോ അല്ലെങ്കിൽ ഭണ്ഡാര സമർപ്പണമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നൽകാം. തന്നാലാവുന്നത് സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളത്. അല്പസമയം ഏതെങ്കിലും ഒരു ഏകാന്ത ദേശത്തിരുന്ന് മനസ്സിനെ ഒന്ന് കൂടുതൽ ഉള്ളടക്കി അല്പമെങ്കിലും ഒരു ധ്യാനമഗ്നത, ആ ഒരു ആനന്ദ സ്ഥിതിവിശേഷം, അതിനെ ലക്ഷ്യതലത്തിലെങ്കിലും ഒന്ന് നുകരാൻ പരിശ്രമിക്കുക. ഇങ്ങനെ ശാസ്ത്രീയമായി ക്ഷേത്രോപാസനയെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, അത് അന്ധകരണത്തിന്റെ ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും ഉതകുന്ന ഒരു ക്രമമായിരിക്കും. ഇവിധം ക്ഷേത്രാചാരത്തെ നമ്മൾ ദർശകന്മാര് ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതാണ്. അപ്പോഴേ ക്ഷേത്രോപാസന കൊണ്ട് ഗുണം ചെയ്യൂ. ഇപ്രകാരമുള്ള ഉപാസന നിർവഹിക്കപ്പെടുന്നതിനുള്ള കേന്ദ്രമായി ക്ഷേത്രത്തെ നിലനിർത്താനും ആ പ്രദേശത്തുള്ള സമൂഹവുമായി അതിനെ ചേർത്ത് കോർത്ത് നിർത്താനും ക്ഷേത്രത്തിന്റെയും സമൂഹത്തിന്റെയും പാരസ്പര്യം ഊട്ടി ഉറപ്പിക്കപ്പെടാനും ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും സമൂഹത്തിന്റെ അഭിവൃദ്ധി ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കും പരസ്പര പൂരകമായി നിലനിർത്താനും അതിന്റെ അന്തരീക്ഷ ശുദ്ധിയെ പുലർത്താനുമൊക്കെ ക്ഷേത്ര പ്രവർത്തകരും പരിശ്രമിക്കേണ്ടതാണ്. അപ്പോ ഒരു ക്ഷേത്രം ഉത്തമമായ ഭാവത്തിൽ നിലനിർത്തപ്പെടണമെങ്കിൽ ഒന്നോ രണ്ടോ ഘടകങ്ങളുടെ ചർച്ച പോരാ. ദർശകര് നിയമങ്ങളെ പാലിച്ചിരിക്കണം, പരിപാലകര് നിയമങ്ങളെ പാലിച്ചിരിക്കണം, അർച്ചകര്, അവിടുത്തെ അർച്ചനാദി ക്രിയകളെ ചെയ്യുന്നവര് നിയമങ്ങളെ പാലിച്ചിരിക്കണം, ഉപാസനാനിഷ്ഠരായിരിക്കണം. ഉപാസനാനിഷ്ഠരായിട്ട് വേണം ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യാൻ. ശിവോ ഭൂത്വ ശിവം യജേത് എന്നുള്ള ന്യായം ഓർമ്മിക്കുക. സ്വയം ശിവഭാവത്തെ പ്രാപിച്ചിട്ടാകുന്നു ശിവനെ പൂജിക്കുന്നത്, അല്ലാതല്ല എന്ന്. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിക്കുമ്പോൾ ഒരു ക്ഷേത്രം ആ പ്രദേശത്തിന്റെ വിളക്കായി പരിലസിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ആചാരങ്ങളൊക്കെ എന്തിന് എന്ന അറിവോടുകൂടി പാലിക്കപ്പെടുമ്പോഴാണ് അത് ഉത്തമമായ അവസ്ഥയെ പാലിക്കുന്നത്, പ്രാപിക്കുന്നത്, നിലനിർത്തുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരാശയം, ഈ ക്ഷേത്ര ആരാധനാ സംബന്ധിയായി മാറ്റം പറയേണ്ടതില്ലാത്തതും എവിടെയും എപ്പോഴും പ്രാവർത്തികവുമായ തത്വങ്ങളെയാണ് ഇന്ന് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. ഇതിനോട് ബന്ധപ്പെടുത്തി ഒരുപാട് അവാന്തര വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ആ അവാന്തര വിഷയങ്ങള് ദേശം, കാലം എന്നിവയ്ക്കനുസരിച്ച് മാറ്റമുള്ളതാണ്. സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറുന്ന ആചാരവിശേഷങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. ഇപ്പൊ സാധാരണ ക്ഷേത്ര സംബന്ധിയായ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. ആചരണ സംബന്ധിയായ വിഷയങ്ങൾ ചിലപ്പോൾ പുലയെ സംബന്ധിച്ചായിരിക്കും, ചിലപ്പോൾ വാലായ്മയെ സംബന്ധിച്ചായിരിക്കും. പിന്നെ പല ആചാരങ്ങളും എന്തിനെന്നറിയാതെ ആചരിക്കുമ്പോൾ വന്നു ചേരുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും കാലക്രമേണ ആചാരമെന്ന രൂപത്തിൽ പ്രചരിതമാകും. അനാചാരങ്ങളും ദുരാചാരങ്ങളും ആചാരമായി പരിണമിക്കുക ഒന്നോ രണ്ടോ തലമുറകൾ അനുഷ്ഠിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണത്. പലതും ചോദ്യം ചെയ്യപ്പെടാതെ അങ്ങനെ അങ്ങ് തുടരുകയും ചെയ്യും.
അപ്പൊ അവിധ വിഷയങ്ങളെ പരിഷ്കരിക്കേണ്ടതായി വരും. അവയെക്കുറിച്ച് യുക്തിപൂർവമുള്ള ചിന്ത സമൂഹത്തിന് നൽകേണ്ടതായി വരും. ഇങ്ങനെ ഒരുപാട് പ്രായോഗികങ്ങളായ വിഷയങ്ങൾ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞത് ഒരാൾക്കും ഒരിടത്തും നിഷേധിക്കേണ്ടതില്ലാത്ത ശാസ്ത്രീയങ്ങളായ ആശയങ്ങളെ മാത്രമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് മറ്റവാന്തര വിഷയങ്ങളെ പറഞ്ഞില്ല? അതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ദേശകാലങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. സനാതനമായി പുലർത്തപ്പെടേണ്ട തത്വങ്ങളുമുണ്ട്. ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആചാരങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. അത് മാറ്റേണ്ടതില്ല. എന്നാൽ മറ്റൊരുപാട് മാറ്റേണ്ടതും നിശ്ചയമായി മാറ്റണമെന്ന് നമുക്ക് പറയാവുന്നതുമായ ഒരുപാട് ആചാരങ്ങളുണ്ട്. എന്തിനെന്നറിയാതെ പുലർത്തി വന്നതുകൊണ്ട് നമ്മൾ തുടർന്നു വരുന്ന ഒട്ടനവധി അനാചാരങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആചാരങ്ങളെക്കാൾ കൂടുതൽ അനാചാരങ്ങളല്ലേ എന്ന് തോന്നും. ചിന്തിക്കുക. പലപ്പോഴും കേവലമായ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഒന്നോ രണ്ടോ തലമുറ എന്തെങ്കിലും അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് ആചാര സദൃശം പാലിക്കപ്പെടുകയും അത് ചെയ്തിരിക്കണം എന്ന രൂപത്തിൽ വിധി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വേണ്ടത് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതവും ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി എന്ന ഗീതാവാക്യത്തെ ഓർമ്മിച്ച് ഇന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിന് നിനക്ക് പ്രമാണം ശാസ്ത്രമാകട്ടെ. ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അനുസരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കൂ. അതിന് നീ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭഗവാന്റെ ഉപദേശം ഓർമ്മിക്കുകയാണ്. പ്രണാശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ശാസ്ത്രത്തിനും യുക്തിക്കും അനുസരിച്ച് നിരക്കാത്ത ആചാരങ്ങളെ നമ്മൾക്ക് മാറ്റേണ്ടതായി വരും. അവിടെ ചോദ്യം വരുന്നു, ആര് മാറ്റണം? എങ്ങനെ മാറ്റണം? ആരാണ് ക്ഷേത്രാദി വിഷയത്തിലെ ആചാരങ്ങളെ പരിഷ്കരിക്കാൻ അധികാരി? ഏകസ്വരത്തിൽ നമുക്ക് പറയാൻ സാധിക്കണം, അത് രാഷ്ട്രീയക്കാരായ മന്ത്രിമാരല്ല. ക്ഷേത്രാദി വിഷയങ്ങളിലെ ആചാരങ്ങളെ പരിഷ്കരിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല, അത് മന്ത്രിമാരല്ല. നിസ്സംശയം പറയാൻ സാധിക്കണം. മറിച്ച് നമ്മുടെ ശാസ്ത്ര വിഷയങ്ങളിൽ അറിവുള്ളവര്, ആചാര്യന്മാര്, ഹിന്ദുധർമ്മ ശാസ്ത്ര നിപുണന്മാര്, കർമ്മകുശലന്മാരായ ഉപാസനാനിഷ്ഠരായ തന്ത്രിമാര്, അതുപോലുള്ള വിദ്വജ്ജനങ്ങൾ ഒത്തൊരുമിച്ച സംസദായിരിക്കണം, സദസ്സായിരിക്കണം ഈ ആചാര പരിഷ്കരണങ്ങളെ ചെയ്യേണ്ടത്. ഇത് പറയുന്ന സമയത്ത് മുൻകാലങ്ങളിൽ വിദ്വൽ സദസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കൂടുമായിരുന്നു. വിദ്വൽ സദസ്സിൽ പങ്കെടുത്തിരിക്കണം എന്നുള്ളത് ആചാര്യന്മാർക്ക് അല്ലെങ്കിൽ വിദ്വാൻമാർക്ക് നിർബന്ധമായിരുന്നു. വിദ്വൽ സദസ്സിൽ പങ്കെടുക്കാത്ത സ്ഥിതി വന്നാൽ വലിയ ശിക്ഷകളായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ആ ശിക്ഷകൾ മറ്റാരെങ്കിലും കെട്ടിവെക്കുന്നതല്ല, സ്വയം നിശ്ചയിക്കുന്നതാണെന്ന് കൂടി ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ വിദ്വൽ സദസ്സുകൾ? ഛാന്തോഗ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, വിദ്വാൻമാർ ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിലൂടെ നവീനങ്ങളായ ആശയങ്ങളെ കൈമാറാൻ സാധിക്കും. അടിസ്ഥാനമായ അറിവിന് ഭേദമില്ലെങ്കിൽ പോലും അതിന്റെ ആവിഷ്കാരത്തിലുള്ള വ്യത്യാസങ്ങളെ പരസ്പരം ചർച്ച ചെയ്ത് മനസ്സിലാക്കാനും ആശയ വിശദീകരണത്തിന് അത് ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിശ്ചയമായും വിദ്വൽ സദസ്സുകൾ ഉണ്ടായിരിക്കണം എന്ന് ഭാഷ്യകാരൻ ഛാന്തോഗ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വിദ്വൽ സദസ്സുകളിലൂടെ ചർച്ചകളിലൂടെ കാലത്തിനനുസരിച്ച് സ്മൃതികളെ പരിഷ്കരിക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒട്ടനവധി സ്മൃതികൾ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നത്. ഓരോ സ്മൃതികളിലുള്ള ദോഷങ്ങളെ തിരുത്തി സമൂഹത്തിൽ പ്രചരിപ്പിച്ചു വന്നിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ആശയമാണ്.
പക്ഷേ ഈ സ്മൃതി പരിഷ്കരണത്തിന്റെ ഒരു പിന്തുടർച്ച സംഭവിക്കാത്തത് കൊണ്ട് വലിയൊരളവോളം നമ്മുടെ സമൂഹത്തിൽ ശൈഥില്യം സംഭവിച്ചിട്ടുണ്ട്. കാലദേശങ്ങൾക്കനുസരിച്ച് ഉയരാനും പരിവർത്തനത്തെ സ്വയം സ്വീകരിക്കാനുമുള്ള ക്ഷമത വലിയൊരളവോളം നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ ആചരണങ്ങളെ സംബന്ധിച്ച് ആരാണ് പരിഷ്കരണം ചെയ്യേണ്ടുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അത് രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ അല്ല, വിദ്വൽ സദസ്സുകളാണ് ഈ തീരുമാനങ്ങളെ കൈക്കൊള്ളേണ്ടതെന്ന് ശക്തമായ ഏകസ്വരത്തിൽ പറയാൻ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് സാധിക്കണം. ഇത് പറയാനൊരു ഹേതു, ഈ കഴിഞ്ഞ ഈ വർഷത്തിൽ തന്നെ പലപ്പോഴും തെരുവോരങ്ങളിലും അതുപോലെ മറ്റ് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലും ക്ഷേത്രവുമായോ ഹിന്ദു സംസ്കൃതിയുമായോ സനാതനധർമ്മവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വരെ ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് ചർച്ചകളും അഭിപ്രായങ്ങളും പറയുന്നതാണ് കേരളീയ സമൂഹം കണ്ടത്. ശ്രദ്ധിക്കുക. ഗുരുവായൂർ യേശുദാസ് കയറണമോ വേണ്ടയോ, ഗുരുവായൂർ യേശുദാസ് കയറണമോ വേണ്ടയോ എന്നുള്ള ചർച്ച വേറെ. പക്ഷെ അത് പറയാൻ ആരാണ് അധികാരികൾ? ചിന്തിക്കുക. അല്ലെങ്കിൽ അവിടെ ചുരിദാർ വേണോ വേണ്ടയോ, അവിടത്തേക്ക് സ്ത്രീകൾ പോകണമോ പോകണ്ടയോ, ചർച്ചകൾ നടക്കണം. പക്ഷെ ഇത് തീരുമാനിക്കേണ്ടത് മതേതര സർക്കാരല്ല. അല്ലെങ്കിൽ ഈ സർക്കാർ മതസർക്കാരാണെന്ന് പറയണം, മതാധിഷ്ഠിത സർക്കാരാണ്. ഞങ്ങൾ ഹിന്ദു സർക്കാരാണ്. ഹിന്ദു സർക്കാരായതുകൊണ്ട് ഹിന്ദുവിന്റെ ആരാധനാ കേന്ദ്രങ്ങളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. നിശ്ചയമായും ശരിയാണ്. പക്ഷെ ഒരു ഭാഗത്ത് മതേതരമെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു മതത്തിന്റെ ആചാരങ്ങളെ സംബന്ധിച്ച് നിശ്ചയങ്ങൾ എടുക്കുക, മറ്റു മതങ്ങളെ സംബന്ധിച്ച് നിശ്ചയം എടുക്കാൻ കഴിയാതിരിക്കുക, ഇത് തീർത്തും ധർമ്മത്തിനും നീതിക്കും സാമാന്യമായ ന്യായത്തിനും വിപരീതവും വിരുദ്ധവുമാണ്. ഇത് മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ശക്തി ഉണ്ടായിരിക്കണം. സംശയമില്ല. ഈ ശക്തിരാഹിത്യമാണ് ഇത്തരം കടന്നുകയറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഇത് ചിന്തിക്കേണ്ടുന്ന കാലം വളരെ വൈകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മിക്കുക. ശരി, ഇപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം, ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ്. അല്ലാതെ ഇതിൽ വിശ്വാസമില്ലെന്നോ ഞാൻ ക്ഷേത്ര ആചാരം ചെയ്യുന്നവനല്ലെന്നോ ക്ഷേത്ര വിശ്വാസിയല്ലെന്നോ സ്വയം പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവരല്ല ഇതിനെ സംബന്ധിച്ച് നിശ്ചയം എടുക്കേണ്ടതെന്ന് ഏകസ്വരത്തിൽ പറയാൻ നമുക്ക് സാധിക്കണം. ഏതായാലും ഈ വിഷയത്തിൽ ചെറിയ ചില പുരോഗതികളുടെ, സമൂഹത്തിന്റെ മധ്യത്തിലുള്ള ചില ഉണർച്ചകളുടെ സൂചനകൾ കാണുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് പ്രോത്സാഹനം തരുന്ന വിഷയവുമാണ്. സൂചിപ്പിക്കുന്നത്, ഈ ഗുരുവായൂരിൽ ആരെ പ്രവേശിപ്പിക്കണം വേണ്ട എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച കൊടുമ്പിരി കൊണ്ട സമയത്ത് യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു സാമുദായിക സംഘടനകളുടെ എല്ലാം യോഗം വിളിച്ചു കൂട്ടപ്പെട്ടിരുന്നു. കേരളത്തിലെ 48 ഹൈന്ദവ സാമുദായിക സംഘടനകൾ അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവയുടെ എല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഫീസ് ബെയറേഴ്സാണ് പങ്കെടുത്തത്. അതുവരെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ സമ്മതമില്ലാതിരുന്ന ഒട്ടനവധി സംഘടനകളുടെ പ്രവർത്തകന്മാര്, കാര്യകർത്താക്കൾ അതിൽ സംബന്ധിച്ചു. അതിൽ ഏറ്റവും സന്തോഷകരമായ വിഷയം, ആ പങ്കെടുത്തതിൽ 48 സംഘടനകളുടെ പ്രതിനിധികളിൽ
46 സംഘടനകളുടെ പ്രതിനിധികളും ഏകസ്വരത്തിൽ എന്ത് തീരുമാനം എടുക്കാനും മറ്റു 2 സംഘടനകളുടെയും പ്രതിനിധികൾ ഭൂരിപക്ഷത്വന എന്തെടുക്കുന്നോ അതിന് ഞങ്ങളും കൂട്ടുനിൽക്കും എന്നും പറഞ്ഞത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ശുഭമായൊരു സൂചന തരുന്നതാണ്. അവിടെ എടുത്ത തീരുമാനം ഹൈന്ദവ ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടത് ഹൈന്ദവ ആചാര്യന്മാരാണ്. അതിനായിക്കൊണ്ട് ക്രമേണ ഒരു സമവായം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത് തന്ത്രിവര്യന്മാരെയും സന്യാസിമാരെയും ഹിന്ദു ധർമ്മശാസ്ത്ര നിപുണന്മാരെയും ഈ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെയും ഒത്തൊരുമിച്ച് വലിയൊരു ഹൈന്ദവ പരിഷത്ത് വിളിച്ചു കൂട്ടണമെന്നും അതിലുള്ള തീരുമാനങ്ങൾക്കനുസരിച്ച് ആചാരങ്ങളിൽ കാതലായ പരിവർത്തനം ഏവരും അംഗീകരിക്കണമെന്നും ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഏതായാലും ആ പരിഷത്ത് വിളിച്ച് ചേർക്കപ്പെട്ടിട്ടില്ല. 5-6 മാസത്തിനുള്ളിൽ അതിന്റെ നീക്കമുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പൊതുവെ ഹിന്ദു സമൂഹത്തിന്റെ രോഗം എന്താന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പെട്ടെന്നൊരു ഉണർച്ചയും ഒരു ആവേശമൊക്കെയാണ്. അതൊന്നങ്ങ് തണുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ എപ്പോഴും തല്ല് കൊണ്ടോണ്ടിരുന്നാൽ നേരെയാവും, അത്രയേ ഉള്ളൂ. തല്ലൊന്ന് നിർത്തിയോ എന്നാവും പഴയ പോലെ തന്നെ. ഇതാണ് സമൂഹത്തിന്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വകയിൽ ഒരു ഒത്തുചേർച്ച ഉണ്ടായല്ലോ, അത് തന്നെ ഒരു ശുഭസൂചകമാണ്. ആ ഒത്തുചേർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സാമുദായിക പ്രസ്ഥാനങ്ങളെ നോക്കിയാൽ ഒരു പ്രസ്ഥാനമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും അതിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ശുഭസൂചകമാണ്. ഇനി ആ വിട്ടുനിന്ന പ്രസ്ഥാനവും ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഭാഷ മാറ്റി അതിനനുസൃതമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതും കേരളീയർ അറിയുന്ന ഒരു വാസ്തവം. ശ്രദ്ധിക്കുക. പറഞ്ഞു വരുന്നത് അനാവശ്യങ്ങളായ ചർച്ചകൾ ഉണ്ടാക്കി ഹിന്ദു സമൂഹത്തിന്റെ കാതലായ പ്രശ്നത്തിൽ നിന്ന് സമൂഹ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോയി അവാന്തര ചർച്ചകളിലേക്ക് സമൂഹത്തെ ഘടിപ്പിച്ച് ഒരധികാരവും ഇതിൽ പറയാനില്ലാത്തവന്മാരെ കൊണ്ട് അഭിപ്രായം പറയിപ്പിച്ച് ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഒരു വിഹ്വലതയുണ്ടാക്കി. ആ സമയത്ത് മറ്റ് മറച്ചു വെക്കേണ്ടുന്ന പലതിനെയും മറച്ചു വെക്കാനും വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ട പലതിനെയും ആരും അറിയാതെ തന്നെ അങ്ങോട്ട് നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ അലോസരം ഉണ്ടാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്നതിന് സംശയമൊന്നുമില്ല. കാരണം തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിട്ടിട്ട് പുതിയ ഓർഡിനൻസ് മുഖേന ദേവസ്വം ബോർഡുകളെ പുനഃസംഘടിപ്പിച്ച് അതിനെ സംബന്ധിച്ച് ഹൈന്ദവ സമൂഹത്തിൽ ഒരുപാട് മുറുമുറുക്കലുകളും ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് എവിടുന്നെന്നറിയില്ല ഒരു യേശുദാസ് വന്നത്. ഉടനെ ഈ സമൂഹം എന്തായി? ആ ചർച്ചയെ വിട്ട് ഇതിലങ്ങ് നിന്നു, വിജയിച്ചു. ആ ചർച്ചയെ കൊണ്ടുവന്നവർ എന്താണോ ഉദ്ദേശിച്ചത് അത് വിജയിച്ചു. കാതലായ പ്രശ്നം ചർച്ച ചെയ്യുന്നത് നിർത്തി ഉടനെ ഇതിനെ പറ്റിയായി ചർച്ച. എന്താ യേശുദാസിന് പോയാല്, എന്താ പോയില്ലെങ്കിൽ കടത്തരുത്, കടത്തണം. യേശുദാസ് പാടിയിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. അത് വയലാർ എഴുതിയ വരികൾക്ക് യേശുദാസ് ശബ്ദം നൽകി അതിന് ചില്ലുവാനും മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയല്ല അത്. അതൊരു ഗായകന് ശബ്ദം കൊടുത്തതാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയല്ല. മാത്രമല്ല അദ്ദേഹം മാന്യനായൊരു മനുഷ്യനാണ്. ഒരിക്കൽ പോലും എനിക്ക് അവിടേക്ക് പോകണമെന്നോ അതിനനുസരിച്ച് സമൂഹത്തിൽ അലോസരം ഉണ്ടാക്കണമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം മാന്യനാണ്. അദ്ദേഹത്തിന്റെ മാന്യത ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തൊക്കെയും നമ്മൾ മനസ്സിലാക്കിയതുമാണ്. ശ്രദ്ധിക്കുക. പക്ഷേ ഈ ചർച്ചകളെ ഉണ്ടാക്കിയവര് വിജയിച്ചു. അതെങ്ങനെ? ഈ ദേവസ്വം വിഷയത്തിൽ ഉണ്ടായ ചർച്ചകൾ തൽക്കാലത്തേക്ക് അടക്കി വെപ്പിക്കാനും ഹൈന്ദവ സമൂഹത്തിന്റെ ചർച്ച മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനും വിജയിച്ചു. ഇത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്രകാരമുള്ള രാഷ്ട്രീയക്കാർ ഉണർത്തിവിടുന്ന ചർച്ചകളിൽ നമ്മൾ പങ്കെടുത്ത് കാതലായ ആശയങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ
അതിമാരകങ്ങളായ സ്ഥിതികൾ നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ആചാരത്തെ പരിഷ്കരിക്കേണ്ടതാണ്, സംശയമൊന്നുമില്ല, പരിഷ്കരിക്കുക തന്നെ വേണം. എല്ലാ കാലത്തേക്കും ഒരു ആചാരം പോരാ. പക്ഷെ ആ പരിഷ്കരണം വരേണ്ടത് ഹൈന്ദവ സമൂഹത്തിനുള്ളിൽ നിന്ന്, വിശ്വാസികൾക്കുള്ളിൽ നിന്നായിരിക്കണം. അല്ലാതെ ആവരുത്. അല്ലാതെ ആകാമെന്ന് പറയുകയാണെങ്കിൽ ആ പരീക്ഷ മറ്റ് സമൂഹങ്ങളിലോ ഒന്ന് ചെയ്തു നോക്കൂ. ക്രിസ്ത്യൻ സമൂഹത്തിലോ മുസൽമാന്മാരുടെ സമൂഹത്തിലോ ഒന്ന് ചെയ്തു നോക്കൂ. പിന്നെ അഭിപ്രായം പറയില്ല ഒരുത്തൻ. ഒറ്റ പ്രാവശ്യം പറയൂ, അതിൽ കൂടുതൽ പറയില്ല. പിന്നെ അവന് തല ഉണ്ടാവില്ല, സംശയമൊന്നുമില്ല. ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പറയുന്ന സമയത്ത് വളരെ ഗൗരവതമമായൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതെന്തെന്നാൽ കേരളത്തിലെ മലബാർ പ്രദേശത്തിലെ സകല ഹൈന്ദവ സങ്കേതങ്ങളെയും സർക്കാർ അധീനതയിലാക്കുന്നതിന് ഉദ്ദേശിച്ചുള്ള ബില്ല് തയ്യാറായി വരികയാണ്. അടുത്ത ഭാവിയിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇത് വളരെ ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കേണ്ടുന്ന, പ്രതികരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് വരാൻ പോകുന്നത്. പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് പോലും പ്രൈവറ്റൈസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ എത്രയെത്ര പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളാണ് പ്രൈവറ്റൈസ് ചെയ്യുന്നത്? ഓരോന്ന് എണ്ണി പറയാൻ കഴിയും. അത് വൈദ്യുതിയുടെ വിഷയമായാലും വാർത്താവിനിമയത്തിന്റെ വിഷയമായാലും, എന്തിനേറെ നമ്മുടെ രാജ്യരക്ഷയ്ക്കുള്ള ആയുധങ്ങളുടെ നിർമ്മാണ വിഷയമായാൽ പോലും പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ക്ഷേത്രങ്ങളെ നാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആര്? സെക്കുലാർ എന്ന് പറയുന്ന ഗവൺമെന്റ്. ഇന്നത്തെ നിയമം അതിന് അനുകൂലമാണെങ്കിൽ ആ നിയമങ്ങളെ പൊളിച്ചെഴുതാനുള്ള ശക്തി, പ്രേരണ ഈ സമൂഹം നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഒരു രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്ക് നേരെയും ഒരു നിയമമായിരിക്കണം, എല്ലാ പൗരന്മാരോടും ഒരു രീതിയും നീതിയുമായിരിക്കണം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആരാധനാലയങ്ങളെ ഒരുപോലെ പരിഗണിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളെ സ്പർശിക്കാൻ തയ്യാറാവാത്ത സർക്കാർ 5ഉം 10ഉം പൈസ പിരിച്ചുണ്ടാക്കി ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തെ തിരിഞ്ഞു നോക്കില്ല. പക്ഷെ അവിടെ വരുമാനമായി എന്ന് കണ്ടാൽ, അവിടെ നിജമായ ഒരു വരുമാനം വന്നു ചേരുന്നുണ്ട് എന്ന് കണ്ട ഉടനെ വരും, ഇത് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിയമം അതിനനുകൂലമാണ്. ആരുണ്ടാക്കി വെച്ച നിയമം? സായിപ്പ് ഉണ്ടാക്കി വെച്ച നിയമത്തിന്റെ പിന്തുടർച്ചയായി ഇവിടെ നിലവിലുള്ള നിയമം. സായിപ്പ് ഉണ്ടാക്കി വെച്ചത് കുറെ കൂടി നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. കാരണം ഹിന്ദുക്കളായ രാജാക്കന്മാർ ക്ഷേത്രങ്ങളെ പണിയുകയും അവിടെ ആരാധന നടത്തുകയും ചെയ്തു. ഹിന്ദു രാജാക്കന്മാരായിരുന്നു, അവർ പണിതത് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു. പിന്നീട് ഇത്തരം നാട്ടുരാജാക്കന്മാര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീശത്വത്തെ സ്വീകരിക്കുകയും അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ തങ്ങളുടെ അധികാരത്തെ അടിയറ വയ്ക്കുകയും ചെയ്ത സമയത്ത് തങ്ങളുടെ രാജ്യം സ്വാഭാവികമായി ബ്രിട്ടീഷ് സർക്കാരിൽ ചെന്നു ചേർന്നു. ആ സമയത്താണ് ക്ഷേത്രഭൂമികൾ ഗവൺമെന്റിൽ ആദ്യമായി വന്നു ചേരുന്നത്. പിന്നീട് അവര് അതിന്റെ നടത്തിപ്പിന് വേണ്ടി നിയമനിർമ്മാണങ്ങളെ ചെയ്തു. ആ നിയമങ്ങൾക്കനുസരിച്ച് പ്രത്യേകം പല നിയമങ്ങളും ഭാരതത്തിൽ നിലനിന്നു. സായിപ്പന്മാര് പോയി, പകരം നമ്മുടെ നേതാക്കന്മാര് കയറിയിരുന്നു, നിയമങ്ങൾ മാറിയില്ല. പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം സംഭവിച്ച സമയത്ത് ചില പേരുകളൊക്കെ മാറി എന്നല്ലാതെ കാതലായ ഒരു ആശയത്തിൽ മാറ്റം വന്നില്ല. ഇങ്ങനെയാണ് ആദ്യമായിട്ട് മതേതര സർക്കാരും ക്ഷേത്രങ്ങളും ബന്ധപ്പെടുന്നത്. ഇനി ആ സമയത്ത് സർക്കാരൊട്ട് മതേതരമായിരുന്നില്ല എന്നുള്ളതും അറിയാമല്ലോ. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരുന്നുവല്ലോ. പിന്നീടും വർഷങ്ങൾ 20-ലേറെ കഴിഞ്ഞിട്ടാണല്ലോ സെക്കുലർ എന്നൊരു പദം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്.
എപ്പോൾ സെക്യുലർ എന്ന കൂട്ടിച്ചേർക്കപ്പെട്ടോ അതോടുകൂടി ഒരു വിഭാഗത്തിന്റെ മാത്രം മതകേന്ദ്രങ്ങളെ ഏറ്റെടുക്കുന്നതിനുള്ള അധികാരം ധാർമ്മികമായി സർക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ധർമ്മനീതിക്ക് രീതിക്ക് എതിരായിട്ട് വിരുദ്ധമായിട്ട് നിയമങ്ങൾ അതേപടി തുടരുന്നു. എന്നല്ല, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും നന്നാക്കാനും ക്ഷേത്ര ജീവനക്കാർക്കുള്ള വേതനങ്ങൾ നല്ല രീതിയിലാക്കാനോ എന്നുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി വളരെ വിസ്തരിച്ച വിചാരണകൾക്ക് വിചിന്തനങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 1995 പുറപ്പെടുവിച്ച ഒരു നല്ല വിധിയുടെ മറവിൽ അതിന് കടകവിരുദ്ധമായി പ്രവർത്തിച്ച് ഇപ്പോൾ സർക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങളെ മാത്രമല്ല ഹിന്ദു സമൂഹം വളർത്തിക്കൊണ്ടുവരുന്ന സകല സങ്കേതങ്ങളെയും പിടിച്ചടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബില്ലിനാണ് സർക്കാർ രൂപം കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചിന്തിക്കുക. ഇത് പഠിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നാണ് പറയുന്നത്. അതിന് ഈ വേദി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിന് മാത്രം നമുക്ക് 2, 3, 4 മണിക്കൂർ വെച്ചിട്ട് ഒരു സെഷൻ വെച്ചാൽ നമുക്കത് ചിന്തിക്കാം. പക്ഷെ ഓരോരുത്തരും 95 ഹൈക്കോടതി വിധി ഒന്ന് സ്വരൂപിച്ചിട്ട് വായിക്കുക. ഒന്ന് വായിക്കുക. വളരെ ബൃഹത്തായൊരു ന്യായം അതിനുണ്ട്. വിസ്തരിച്ചാണ് അത് എഴുതിയിട്ടുള്ളത് ഹൈക്കോടതി. വളരെ വിസ്തരിച്ചാണ്. അത് പൂർണ്ണമായി ഒന്ന് വായിച്ച് പഠിക്കുക. എങ്ങനെ വേണം ക്ഷേത്രങ്ങൾ പാലിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ഗൈഡ് ലൈനാണത്. രാഷ്ട്രീയക്കാരെ ക്ഷേത്രഭരണത്തിൽ നിന്ന് അകറ്റിവെക്കണമെന്ന് പ്രത്യേകിച്ച് ഹൈക്കോടതി അതിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ, അറിയപ്പെടുന്ന അംഗീകൃത രാഷ്ട്രീയക്കാരെ ക്ഷേത്രഭരണത്തിൽ നിന്ന് അകറ്റിവെക്കണം എന്ന് വ്യക്തമായി ഹൈക്കോടതി അതിൽ പറഞ്ഞിരിക്കുകയാണ്. ചിന്തിക്കുക. അതിനെല്ലാം കടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. ഹിന്ദു സമാജത്തിന് എന്താണ് ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ലാത്തത്? ഇങ്ങനെ ഒറ്റപ്പെട്ട് പല ദുരിതങ്ങളിൽ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായിക്കൊണ്ടുള്ള പരിശ്രമമല്ലേ വിജയിക്കുക? ഇത് പറയുമ്പോൾ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ഗുരുപൂർണിമ ദിവസം ഈ ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് ആശ്രമത്തിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. ആ കേട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ വികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ വികാരി എന്ന് പറഞ്ഞാൽ പോരാ, വലിയൊരു ക്രിസ്ത്യൻ കേന്ദ്രത്തിന്റെ അധിപനായൊരു വികാരിയാണ്. അതിന്റെ ഫാദറാണ്. പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികള് പല വിഭാഗങ്ങളായി പിരിഞ്ഞവരാണ്. വിഭാഗങ്ങൾക്ക് തമ്മിൽ തീർച്ചയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങളുടെ ആരാധനാ കേന്ദ്രത്തിനെതിരായി എന്തെങ്കിലും ഒരു പ്രവർത്തനം വരികയാണെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടും. ഞങ്ങളിൽ അതിൽ രാഷ്ട്രീയ ഭിന്നത ഉണ്ടാവില്ല. നിങ്ങൾ ഹിന്ദു സമൂഹം എന്തുകൊണ്ട് ഇതിനെതിരായി പ്രതികരിക്കുന്നില്ല? നിങ്ങൾ പല തുരുത്തുകളിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നത്? ചിന്തിക്കുക. അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ്? അദ്ദേഹം ചോദിച്ചത് എത്ര ശരിയാണ്? ഈ മണ്ണിന്റെ തനത് സംസ്കാരമുണ്ട്, ഈ ദേശത്തിന്റെ തനത് സംസ്കാരമുണ്ട്. അതിൽ നമ്മൾ അഭിമാനിക്കുക. ആ അഭിമാനത്തോടുകൂടി അതിന്റെ സവിശേഷതകളെ പരിരക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കുക. അവിടെ മതഭേദം നോക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഒരുമ ഈ സംസ്കൃതിയിൽ വളർത്താൻ സാധിച്ചാൽ അത് മാത്രമാണ് നമ്മുടെ ആചാരങ്ങളെ സംബന്ധിച്ചും ആചാര കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ അത്യന്തം കലുഷിതങ്ങളായ സ്ഥിതിവിശേഷങ്ങളെ തിരുത്താനുള്ള മാർഗം. അത് മാത്രമായിരിക്കും. കൂടുതൽ ചിന്തകൾക്ക് വിധേയമാക്കുക എന്ന് മാത്രം പറഞ്ഞ് ഈ സംശയ നിവാരണത്തിലേക്ക് കടക്കുകയാണ്.